ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് നമ്മുടെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ ഓണപ്പാട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുകയും അതിന് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കൂടാതെ നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ ആഘോഷത്തിലാണല്ലോ എല്ലാവരും. അപ്പോൾ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന സത്യൻ അന്ത്യക്കാടിൻ്റെ ചിത്രം മോഹൻലാലിൻ്റെ നിറ സാന്നിധ്യമാണ്. അതായത് നമ്മുടെ ഓണത്തിന് മോഹൻലാൽ തന്ന നമുക്കൊരു സമ്മാനം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. പ്രേക്ഷകർക്കും കുടുംബസമേതം ചെന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു മലയാളം മൂവി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇറങ്ങിയതിൽ വെച്ച് മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല ഒരു സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതായത് ഈ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം നമ്മൾ വിചാരിച്ചിരിക്കാതെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതായത് ഹാർട്ട് മാറ്റിവെക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവർ ഈ സിനിമ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, സത്യൻ അന്ത്യക്കാടിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓടി വരുന്ന പഴയ കാല സിനിമകൾ നോക്കിയാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും നമുക്ക് മാറ്റിവെക്കാനില്ല. അത്രയും നല്ല ഒരു ജീവനുള്ള സിനിമയാണ് അദ്ദേഹം എടുക്കുന്നത് തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെടുക്കുന്ന മോശമെന്നല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും സത്യൻ അന്ത്യക്കാടിൻ്റെ ചിത്രങ്ങളെല്ലാം ഒരു 100% നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ്. അത്യാവശ്യം കോമഡികളും അത്യാവശ്യം ഫാമിലി മൂവിയാണ്. അതായത് ഇതിനൊന്നും ഒട്ടും വയലൻസ് ഇല്ലാതെ അദ്ദേഹം നല്ല മനോഹരമായിട്ട് സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ഫാമിലി എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സംഭവം കൂടെയാണല്ലോ ഓണം. ആ ഓണാഘോഷത്തിനിടയിൽ അവർക്കൊന്ന് തിയേറ്ററിൽ ചെന്നൊരു നല്ല സിനിമ കാണണമെന്ന് വെച്ചാൽ ശരിക്കും ചെന്ന് കാണാൻ പറ്റുന്ന ഹൃദയപൂർവ്വം തന്നെയാണ്. മോഹൻലാലിൻ്റെ ഏറ്റവും മനോഹരമായ അഭിനയം, കൂടാതെ അതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ അഭിനേതാക്കളും വളരെ ഭംഗിയായിട്ട് അവർക്ക് കൊടുത്ത റോളുകളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് ആകട്ടെ, അതിൻ്റെ കളറിങ് ആകട്ടെ, അതിൻ്റെ DA പോലും, അതിൻ്റെ CG ചെയ്തിരിക്കുന്നതാകട്ടെ, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒന്നും തന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വളരെ ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സിനിമ ത്രൂ ഔട്ട് കണ്ടിരുന്നപ്പം അതിലെ പാട്ടാകട്ടെ, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോംബെയിലെ പൂനെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. ആ പൂനെയിലെ ആ തെരുവ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലും വളരെ അത്രയും തിരക്കേറിയ ആ റോഡ് പോലും അവർ വളരെ മനോഹരമായിട്ടത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഹിന്ദി പാട്ട്, അതും വളരെ മനോഹരമായിട്ട് അവർ ഒരു കല്യാണ ഫംഗ്ഷന് വേണ്ടി ചെയ്തിരിക്കുന്ന വളരെ വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓണത്തിന് എല്ലാ പ്രേക്ഷകർക്കും ചെന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ബേസിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ ഡോക്ടറുടെ സ്ഥാനത്താണ് അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അയാളും ഒരു സീനേ ഉണ്ടെങ്കിലും അത്രയും മനോഹരമായിട്ട് അയാളും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ബേസിലിൻ്റെ മറ്റ് സിനിമകൾ എടുക്കും പോലെ അല്ല ഇത് പ്രത്യേക ഒരു സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മേക്കിംഗ് ആകട്ടെ, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് കുടുംബത്തോടൊപ്പം ചെന്നിരുന്ന് കാണാൻ ഓണത്തിന് കിട്ടിയ ഒരു സമ്മാനം. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കുടുംബങ്ങൾക്കൊക്കെ നമുക്ക് നല്ലൊരു ഓണാശംസകൾ നൽകാം. അദ്ദേഹം ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച് വന്നു. അതായത് നിങ്ങൾക്കറിയാം, മറ്റ് സിനിമകളൊക്കെ ചെയ്തപ്പോൾ ആൾക്കാരെല്ലാം അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുകയും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എന്തായാലും ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രൊഡ്യൂസിങ്ങിൽ ഇത് കൊണ്ടുവന്ന് ഒരു നല്ല ഒരു സിനിമ, അതായത് ഒരു ഫാദറിനെ കാണിക്കാതെ തന്നെ അയാളുടെ കഥ പറഞ്ഞു പോകുന്നു. അയാളുടെ ഒരു ഫോട്ടോ പോലും നമ്മളെ സിനിമയിൽ കാണിച്ചിട്ടില്ല. അതൊരു വളരെ മനോഹരമായിട്ടുണ്ട്. അത് ഞാൻ കഥയൊന്നും പറയുന്നില്ല കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ കഥ ചെന്ന് കാണും. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഓണത്തിന് കണ്ടിരിക്കാൻ ഫാമിലിക്ക് ഒരു മുഷിപ്പും ഇല്ലാതെ കാണാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമയാണ് ഹൃദയപൂർവ്വം. നിങ്ങളെല്ലാവരും ചെന്ന് തിയേറ്ററിൽ ചെന്ന് കാണുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. മോഹൻലാലിന് വന്ന എല്ലാ പരാജയങ്ങൾക്കും ഒക്കെ മുന്നിൽ നിർത്തി ഇത് വൻ വിജയമായി മാറും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുമുണ്ട്,
നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും മോഹൻലാലിനെ ഈ സിനിമയിൽ കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഇതാണ് നമുക്ക് തരുന്നത്. എങ്കിലും അദ്ദേഹം നമുക്ക് തന്ന ഒരു ഓണസമ്മാനം ഇതെല്ലാവർക്കും കാണാൻ വേണ്ടിയുള്ളൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.